കഴിഞ്ഞ വീഡിയോ നമ്മൾ മുംബൈയിൽ വെച്ചിട്ട് അവസാനിപ്പിച്ചായിരുന്നു. നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഗോവയ്ക്ക് പോകുമെന്ന്. അപ്പോൾ മുംബൈ പൂനെ ഹൈവേയിലാണ് നമ്മളുള്ളത്. നമ്മുടെ വള്ളിയൊക്കെ ബാഗ് കെട്ടുന്ന വള്ളിയെല്ലാം ആകെ ഇല്ലാണ്ടായി. അപ്പോൾ നമ്മളിപ്പോൾ വള്ളിയെല്ലാം പൊട്ടിയതുകൊണ്ട് ഇവിടെ പൂനെക്ക് പോകുന്ന ഹൈവേൻ്റെ സൈഡിൽ നമ്മളൊരു കട, രാവിലെ കടയെല്ലാം തുറന്ന് വരുന്നേ ഉള്ളൂ. നമ്മളിത് നിർത്തിയൊരു കയറൊക്കെ വാങ്ങിച്ച് കെട്ടുകയാണ് താൽക്കാലികമായിട്ട്. എങ്ങനെയും നാട് വരെ ഇതൊക്കെ കൂടെ എത്തിക്കണം. അപ്പോൾ മറ്റേ നമ്മുടെ സാധാ ഇലാസ്റ്റിക്കിൻ്റെ വള്ളിയുണ്ട്, അതാണ് വെച്ച് കെട്ടാറ്. അതൊന്നും നമുക്കിവിടെ കിട്ടാനില്ല. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ കയറ് കെട്ടിയപ്പോൾ അത് വാങ്ങിച്ച് കെട്ടുക കേട്ടോ. അപ്പോൾ ഇതേ ഷിജിൽ അത് സംഭവങ്ങളൊക്കെ കെട്ടുന്നുണ്ട്. 2 ബാഗും ഉണ്ട്, പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു ഹെൽമെറ്റ് ഉണ്ട്. ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ അവൻ്റെ ഹെൽമെറ്റാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഒരെണ്ണം കൂടെ വേണ്ടി വരുമോ കയറ്? ആ, അപ്പോൾ നമ്മുടെ ഒരു വള്ളിയും കൂടെ ഇട്ട് കെട്ടാം. ഒരു വള്ളി മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇവിടുന്ന് ഗോവയ്ക്ക് പോകുന്ന കാഴ്ചകളും കാര്യങ്ങളെല്ലാം ആയിരിക്കും. ഈ ഒരു മുംബൈ പൂനെ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കാഴ്ചകളെല്ലാം കാണാനുണ്ട്. പോകുന്ന വഴി ഈ ഒരു സമയത്ത് മൺസൂൺ ടൈമിലാണ് ഇതിലെ പോകേണ്ടത്. അതുപോലെ തന്നെ ബൈക്കിന് പോകാൻ പറ്റാത്ത റോഡിന് ശരിക്കും പറഞ്ഞാൽ എക്സ്പ്രസ് ഹൈവേ ഉണ്ട്, 4 വരെയും 6 വരെയും കണ്ട്. പക്ഷേ അതിലെ ബൈക്കുകൾ വിടത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ ബൈക്കിന് പോകാൻ പറ്റുന്ന ഹൈവേ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഏകദേശം ഒരു 90 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ പൂനെ എത്തും. പൂനെന്ന് പിന്നെ നമ്മൾ നേരെ ഗോവ പിടിക്കും. ഏകദേശം മൊത്തം 600 കിലോമീറ്റർ ആണുള്ളത്. അതിൽ ഏകദേശം ഒരു 50 കിലോമീറ്റർ ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഈ പരിപാടി മൊത്തത്തിൽ തീർക്കട്ടെ. നല്ലപോലെ കെട്ടിക്കോ, ഗോവയിൽ പോയിട്ട് ഇനി അഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഗോവയിലേക്ക് മാപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ പ്രോപ്പർ ഗോവയല്ല, നോർത്ത് ഗോവയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗോവയിലൊക്കെ പോയവർക്കറിയാം, അഞ്ജുന ബീച്ചിൻ്റെ ഒക്കെ അടുത്തായിട്ടാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 507 കിലോമീറ്ററാണ് ഇനിയുള്ളത്. സമയം ഇപ്പോൾ രാവിലെ 8 മണിയായി. നമ്മൾ 5 മണിക്ക് തന്നെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് മുംബൈയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയായിരുന്നു. കാരണം ഒരു 8 മണിക്കായി കഴിഞ്ഞാൽ പിന്നെ മുംബൈയിൽ നിന്ന് പുറത്തിറങ്ങൽ നല്ല പാടാണ്. നല്ല ബ്ലോക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങി 8 മണിയായപ്പോൾ സിറ്റിക്ക് പുറത്ത് വന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ഹൈവേ ആണ്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ബൈക്കിന് പോകാൻ പറ്റുന്ന പൂനെക്ക് പോകുന്ന ഹൈവേ ആണ്. പഴയ റോഡാണ്, NH 48. ഇതല്ലാണ്ട് എക്സ്പ്രസ് ഹൈവേ വേറെ റോഡുണ്ട്. നമുക്ക് മുംബൈയിൽ നിന്ന് പൂനെയിലേക്ക് മൊത്തം 152 കിലോമീറ്ററാണ് ഈ റോഡിൽ വരുന്നത്. എക്സ്പ്രസ് ഹൈവേയിലൂടെ പോവുകയാണെങ്കിൽ 148 കിലോമീറ്റർ എങ്ങാണ്ടേ വരത്തുള്ളൂ. പക്ഷേ അതിലെ ബൈക്കുകൾ കയറാൻ പാടില്ല. നമുക്ക് വരുന്ന വഴിക്ക് ഉണ്ടായിരുന്ന അവരുടെ ബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ബൈക്ക് കയറി കഴിഞ്ഞാൽ ഫൈൻ കിട്ടും. പക്ഷേ എക്സ്പ്രസ് ഹൈവേ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. അങ്ങനെ ഒരു ഗുണം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അത്യാവശ്യം 3-4 മണിക്കൂറിനടുത്തെടുക്കും പൂനെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരെ ഗോവയിലേക്കാണ് മാപ്പ് ഇട്ടേക്കുന്നത്. നമുക്ക് മുംബൈയിൽ നിന്ന് ഗോവയിലേക്ക് പോകാൻ 2 വഴികളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് നമുക്ക് ഇതേപോലെ പൂനെ കയറി പോകാം, അല്ലെങ്കിൽ നമുക്ക് തീരദേശം പിടിച്ച് മഹാബലേശ്വർ അതുപോലെ അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു വഴി വേണേലും പോകാം. പക്ഷെ നമ്മൾ തിരഞ്ഞെടുത്തത് ഈ വഴിയാണ്. മൺസൂൺ ടൈമിൽ, മഴയുള്ള ടൈമിലൊക്കെ ഇതിലെ പോകുന്നത് വേറൊരു ഫീലാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതിലേ പോയാൽ മതി, ഇതാ രസം. പക്ഷേ ഇത് രാത്രിയിൽ റെക്കമെൻഡ് ചെയ്യത്തില്ല ആരും. രാത്രിയിൽ ഈ റോഡ് മാർഗം പോകുന്നത് അത്ര സേഫ് അല്ല. കാരണം ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മൾ മല കയറാൻ തുടങ്ങും. വെസ്റ്റേൺ ഗട്ട്സ് മലകളിലൂടെ നമ്മൾ കൊങ്കൺ വഴി ട്രെയിന് പോകുന്നത് തന്നെ വേറൊരു ഫീലാണല്ലോ, തുരങ്കവും കാര്യങ്ങളെല്ലാം ആയിട്ട്. അതേപോലെ തന്നെയാണ് ഈ ഒരു വഴി വണ്ടിക്ക് പോകുന്നതും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. അതുപോലെ നമ്മൾ മുംബൈയിൽ നിന്ന് പൂനെയിലേക്കുള്ള ട്രെയിന് നമുക്കൊരു 2-3 ട്രെയിൻ ഉണ്ട്. വിസ്റ്റം കോച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് ചില്ലിട്ട ട്രെയിന് കാര്യങ്ങൾ, നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റുന്നത്. അതിന് പോകാൻ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ നമുക്കത് രാത്രിയിലുള്ള വൈകുന്നേര ടൈമിലുള്ള ട്രെയിനാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ അത് ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ബൈക്കിന് ഇതിലേ പോകാമെന്ന് വെച്ചത്. അപ്പോൾ നിങ്ങൾ മുംബൈയിലൊക്കെ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് പൂനെക്ക് വിസ്റ്റം കോച്ചുള്ള ഒരു പ്രകൃതി എക്സ്പ്രസ്, ഡെക്കാൻ എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞ് 2-3 ട്രെയിൻ ഉണ്ട്. അപ്പോൾ അതിന് പോവുകയാണെങ്കിൽ നമുക്ക് അടിപൊളി വ്യൂ ഒക്കെ കണ്ടിട്ട് പോകാം കേട്ടോ. മൺസൂൺ ടൈമിലാണ് പൊളി. മുംബൈയിൽ നിന്നൊക്കെ വീക്കെൻഡ് ആൾക്കാർ കയറുന്ന ഒരു സ്ഥലമാണ് പൂനെ എന്ന് പറയുന്നത്. മഹാരാഷ്ട്രയിലെ 2ാമത്തെ വലിയ സിറ്റി ആണെങ്കിലും ഒരുപാട് മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ പൂനെയിൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു ട്രിപ്പൊക്കെ അല്ല, നവകാല എന്നൊക്കെ പറഞ്ഞ് ഈ പോകുന്ന വഴിക്ക് 1-2 സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ പോയി ട്രക്കിങ്, അതേപോലെ വെള്ളച്ചാട്ടങ്ങളാണ് ഈ ഒരു ഭാഗത്തൊക്കെ ഉള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് ദിവസം മുംബൈയിലൊക്കെ കറങ്ങാൻ നമ്മൾ എന്തായാലും വരും. പിന്നീട് മുംബൈയിൽ, മഹാരാഷ്ട്രയിൽ ഒരുപാട് ട്രക്കിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം. നമുക്കിങ്ങനെ പല ഭാഗത്തും വെച്ചിട്ട് പല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് മെയിൻ എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറാൻ ഇങ്ങനെ പല വഴികളും ഉണ്ട്. പക്ഷെ നമുക്ക് പറഞ്ഞ പോലെ ബൈക്കിന് നമുക്ക് കയറാൻ പറ്റത്തില്ല. ഇവിടുന്ന് നമുക്ക് റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറാം. മഴക്കാലമാണ്, മഴയാണെന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. നല്ലപോലെ മഴ പെയ്യാൻ തുടങ്ങിയിട്ട് നമുക്ക് ഇവിടെ നോക്കിയാൽ അങ്ങ് നമ്മൾ കയറേണ്ട മലയൊക്കെ നമുക്ക് കാണാം. അവിടെ മുകളിലൊക്കെ ചെറുതായിട്ട് തെളിച്ചും കാണുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഇവിടെ നല്ല രീതിയിൽ മഴ സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ.
അങ്ങ് കാണുന്ന ആ മലേൻ്റെ മേലെയായിട്ടൊക്കെയാണ് പൂനെ സ്ഥിതി ചെയ്യുന്നത്. ഈ പഴയ ഹൈവേയിലൂടെ പോയുള്ള പ്രശ്നം എന്താ വെച്ചാൽ പോകുന്ന വഴിക്കുള്ള ടൗണുകളെല്ലാം നമ്മൾ കയറി ഇറങ്ങണം. ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ രാവിലെ ഓഫീസ് ടൈം ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കാണ്. ഈ ബസ്സുകളും ലോറികളും കാര്യങ്ങളെല്ലാം കൂടുതലും പോകുന്നത് ഇതിനകത്തൂടെ ആട്ടോ. അപ്പോൾ അതിൻ്റെ തിരക്കുകളെല്ലാം ഭാഗത്തും ഉണ്ട്. ഇപ്പോൾ സ്കൂളിൻ്റെ ടൈമൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ തിരക്ക് നമ്മൾ ഓൾറെഡി ഇങ്ങനെ 2-3 ടൗണുകൾ ഇപ്പോൾ ക്രോസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ തിരക്ക് എന്തായാലും ഉണ്ടാകും. ഹൈവേയിലൂടെ പോകുകയാണെങ്കിൽ ഒരു ടൗണും ടച്ച് ചെയ്യത്തില്ല. അതേപോലെ തന്നെ ഓരോ ടൗണിൻ്റെ അടുത്തായിട്ട് നമുക്ക് എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറാനുള്ള വഴി കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇപ്പോൾ ഇതേ നമ്മളൊരു അടിവാരം പോലൊരു സ്ഥലം കഴിഞ്ഞു. അതേപോലെ ഇതേ കയറ്റം തുടങ്ങി മേലേക്ക് ചുരമായിട്ടുള്ള വഴിയാട്ടോ. ഇതിപ്പോൾ 1 വേ റോഡാണ്. ഓപ്പോസിറ്റ് ഉള്ള റോഡ് മലേൻ്റെ വേറെ ഏതോ ഭാഗത്തൂടാണ്. അതുപോലെ നമുക്ക് അവിടെ ദേ മല കാണാം. മല മാത്രമല്ല ഇവിടുത്തെ വെള്ളച്ചാട്ടങ്ങൾ ഇഷ്ടം പോലെ നമുക്കവിടെ കാണാം കേട്ടോ. ഒത്തിരി വെള്ളച്ചാട്ടം ആ മലയിൽ നിന്ന് താഴേക്ക് വീഴുന്നുണ്ട്. എന്തായാലും റോഡ് കുറച്ച് ഡേഞ്ചറസ് ആണ്. ഇപ്പോൾ മഴക്കാലത്ത് ഇതിൽ വണ്ടി ഓടിക്കുന്നൊക്കെ എന്തായാലും ഡേഞ്ചർ ആയിരിക്കും. മെല്ലെ മെല്ലെ നമുക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളൊക്കെ സീനുണ്ടോ, വലിയ വലിയ ലോറികളൊക്കെ. എന്തായാലും നമുക്ക് ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മലയിൽ നമുക്ക് ഒരുപാട് വെള്ളച്ചാട്ടം കാണാൻ പറ്റും. അത് നമുക്ക് ട്രെയിനിലൊക്കെ പോകുമ്പോൾ അതുപോലെ എക്സ്പ്രസ് ഹൈവേയിലൂടെ പോകുമ്പോൾ നമുക്കത് വൃത്തിക്ക് കാണാൻ പറ്റുക. ഈ റൂട്ടിൽ നമുക്ക് കുറച്ച് വൈഡായിട്ടുള്ള ലോങ്ങിൽ നിന്നുള്ള വ്യൂ കാര്യങ്ങളാട്ടോ കിട്ടുക. അപ്പോൾ ഇവിടുത്തെ ഏതോ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് പോകുന്ന വഴിക്കൊക്കെ ചിലപ്പോൾ റോട്ടിലേക്കൊക്കെ വെള്ളം ചാട്ടം കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കി നോക്കാം. നമ്മൾ പോകുന്ന ഈ പഴയ റൂട്ടും അതുപോലെ എക്സ്പ്രസ് ഹൈവേയും വേറെ വേറെ ഭാഗത്തൂടാണ് പോകുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് ഇതേപോലെ രണ്ടും കൂടെ ക്രോസ് ചെയ്യും. നമ്മൾ അടി കൂടെയൊക്കെ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ മേലെ കൂടെ ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, മേലെ കൂടെ എക്സ്പ്രസ് ഹൈവേ പോകുന്നതിൻ്റെ വഴി കാണാം. നമുക്ക് ഈ ഭാഗത്തൊന്നും വെച്ചിട്ട് ആ റൂട്ടിലേക്ക് കയറാൻ പറ്റത്തില്ല. ഇത് ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ള, ഇതിപ്പോൾ ഇവിടെ നിന്ന് എന്തോ ഡൈവേഷനൊക്കെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും കറക്റ്റായിട്ട് പൂനെക്കുള്ള ഡൈവേഷൻ കാര്യങ്ങൾ ബോർഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ബസ്സൊക്കെ പൂനെക്ക് മുംബൈ പൂനെ റൂട്ടിൽ ഓടുന്ന ബസ്സുകളായിരിക്കും. ഇപ്പോൾ ഇത് അത്യാവശ്യം വെയിൽ കാര്യങ്ങളെല്ലാം വന്ന് നമ്മൾ കുറച്ചും കൊണ്ട് മല കയറി. ഇപ്പോൾ മൊത്തം ഫോറസ്റ്റ് തന്നെയാണ്. നമ്മൾ ഏതോ ഒരു മലേൻ്റെ മേലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ എക്സ്പ്രസ് ഹൈവേൻ്റെ വ്യൂ എവിടെ നിന്ന് കിട്ടുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. കാരണം ആ ഒരു റോഡ് തന്നെ കാണാൻ അടിപൊളിയാണ്. ഒത്തിരി ഡ്രോൺ ഷോട്ട് കാര്യങ്ങളെല്ലാം പല ഭാഗത്ത് റീൽസായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പല വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. നൈസാണ്. നമുക്ക് എക്സ്പ്രസ് ഹൈവേ കൂടെ വണ്ടികൾ പോകുന്നതും അടിപൊളി റോഡാണ്. അത് കാണാൻ തന്നെ വേറൊരു ഭംഗിയാട്ടോ. നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ അതേ ലെഫ്റ്റ് സൈഡിൽ ഇതേ താഴെ കാണാം ഹൈവേ പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ ഈ ഒരു മലേൻ്റെ ടോപ്പിലെത്തിയപ്പോൾ ഇതേ നല്ലപോലെ കോട കയറി കിടക്കുന്ന കാണാം. അപ്പോൾ എന്താകും എന്നറിയാം മുന്നോട്ടുള്ള കാഴ്ച. നമ്മൾ പറഞ്ഞ ഒരു വെള്ളച്ചാട്ടമൊന്നും എവിടെയും കണ്ടില്ല. എന്തായാലും കോട കിട്ടി. കോട ഉണ്ടാവും ഈ റൂട്ടിൽ മഴക്കാലത്ത്. താഴെ ആ ഒരു ഹൈവേൻ്റെ വ്യൂ അടിപൊളിയാട്ടോ. താഴെ കൂടെ വണ്ടികളൊക്കെ പോകുന്ന കാണാം. കോടയിൽ മൂടിയ ചെറിയ ചെറിയ മലകളൊക്കെ നോക്കിയേ, അതൊക്കെ നമുക്ക് ഇവിടുന്ന് വൃത്തിക്ക് കാണാം. അടിപൊളി ഭംഗിയാണ്. എന്തായാലും ഇതിലെ വരാൻ ഈ റൂട്ട് തിരഞ്ഞെടുത്തത് എന്തായാലും കാര്യം. നിങ്ങളും ഈ റൂട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൽ വന്ന് നോക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ രാത്രിയിൽ വരാണ്ടിരിക്കുക. അതുപോലെ ഇവിടുന്ന് ഇപ്പോൾ താഴേക്കുള്ള വ്യൂ നോക്കിയേ. നമുക്ക് താഴെ ഏതോ ഒരു സിറ്റീൻ്റെ ഭാഗം, സിറ്റിയല്ല, വലിയ വലിയ ബിൽഡിങ് കാര്യങ്ങളെല്ലാം താഴെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കേട്ടോ. ഒരു വ്യൂ പോയിൻ്റ് ഏരിയയാണ് ഈ കാണുന്നത്. നമ്മളെന്തായാലും ഇവിടെ നിർത്തുന്നൊന്നുമില്ല. നമുക്ക് മാക്സിമം ദൂരം ഓടാനുള്ളത് കൊണ്ട് കുറച്ചുകൂടെ മേലെ എത്തിയപ്പോൾ ഇതേ ഒരുപാട് കടകൾ കാര്യങ്ങളെല്ലാം കാണാം. ഇത്ര നേരം നമുക്ക് അങ്ങനെ കടകളോ കാര്യങ്ങളൊന്നും റോഡ് സൈഡിൽ നിന്ന് ഇവിടെ എല്ലാ വണ്ടിക്കാരും നിർത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് നിർത്തുന്ന ഒരു മെയിൻ ഏരിയ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം റൈഡേഴ്സ് കാര്യങ്ങൾ ബൈക്കിൽ വരുന്നവരാണെങ്കിലും എല്ലാവരും വണ്ടി ഇവിടെ നിർത്തിയേക്കുന്നുണ്ട്. ഇവിടുത്തെ അങ്ങോട്ടുള്ള വ്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കോട കയറി കിടക്കുക ഒന്നും കാണുന്നില്ല. ഇതാണ് ലോനാവാല എന്ന് പറയുന്ന സ്ഥലം. അതായത് മുംബൈയിൽ നിന്ന് പൂനെക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കുള്ളൊരു മെയിൻ ഒരു ഹിൽ സ്റ്റേഷൻ എന്ന് പറയാം. പൂനെ എന്ന് പറയുന്നൊരു വലിയ സിറ്റി ആണെങ്കിലും ഇവിടെ നമുക്ക് റോഡ് സൈഡിലൊക്കെ ഒരുപാട് ഹോം സ്റ്റേ ഹോട്ടലുകൾ കാര്യങ്ങളെല്ലാം കാണാം. മുംബൈയിൽ നിന്ന് ഞാൻ പറഞ്ഞ വീക്കെൻഡിലൊക്കെ ആൾക്കാർ വന്നിട്ട് സ്റ്റേ ചെയ്യുന്നൊരു സ്ഥലമാണ്. മുംബൈയിൽ നിന്ന് നമുക്ക് പൂനെ വരെ പോകാനുള്ള ടൈമില്ലെങ്കിലും മുംബൈയിൽ നിന്ന് ഈ ലോനാവാല വരെയുള്ള ട്രെയിനിലെങ്കിലും വന്നാൽ തന്നെ നമുക്ക് നല്ല അടിപൊളി കാഴ്ചകൾ കാര്യങ്ങളെല്ലാം കിട്ടും. ഇതിപ്പോൾ മലേൻ്റെ ടോപ്പിലായിട്ടുള്ള സ്ഥലമാണ്. ഇനിയിപ്പോൾ നമുക്ക് വലിയ മലയോ കാര്യങ്ങളൊന്നും കയറാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതായത് നമ്മൾ പോകുന്ന ഹൈവേൻ്റെ അടികൂടെ റെയിൽവേ പാതയുണ്ട്. അതായത് മുംബൈ പൂനെ ഞാൻ പറഞ്ഞത് ഒരു ട്രെയിൻ വരും. നോക്കി എന്ത് ഭംഗിയെന്ന ആ ട്രെയിനിൽ നിന്നുള്ള വ്യൂവും എന്തായാലും അടിപൊളിയായിരിക്കും. റോഡും കാര്യങ്ങളും ഒക്കെ കാണാൻ ഒരു ട്രെയിൻ അങ്ങോട്ട് പോകുന്ന നോക്കി കീഴെല്ലാം കാഴ്ച കേട്ടോ. ഇവിടെ കുറച്ച് കൃഷി ഏരിയാസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ബാക്കിയൊക്കെ ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇത് ഇപ്പുറത്തൂടെ ട്രെയിൻ പോകുന്ന കാണാം. നമുക്കൊരു ഹെലിക്യാമറ കണ്ടറിയാൻ നല്ല വിഷ്വൽ കാര്യങ്ങളൊക്കെ എടുക്കാമായിരുന്നു ഇവിടുന്ന്. ട്രെയിനും അത്യാവശ്യം കറങ്ങി എന്തായാലും മലയൊക്കെ കയറിയിട്ടായിരിക്കും ട്രെയിനും വരും. ഒരുപാട് ടണൽ കാര്യങ്ങളെല്ലാം ഉണ്ടാവുമായിരിക്കും ഇങ്ങോട്ട് കയറി വരണമെങ്കിൽ. എന്തായാലും ഒരു വട്ടം ട്രെയിനൊന്ന് പോയി നോക്കണം, എന്നാലേ അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ
അപ്പോൾ ഏകദേശം ഒരു 30 കിലോമീറ്റർ ഉള്ള പൂനെക്ക്. നമ്മളിത് ഇവിടെ വന്നപ്പോൾ ഫുള്ള് വെയിലായി കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കട്ടരാജ് എന്നങ്ങാണ്ട് പറഞ്ഞൊരു ബൈപ്പാസാണിത്. നമുക്കിനിപ്പോൾ എന്തായാലും പൂനെ സിറ്റീൻ്റെ അകത്തോട്ട് നമ്മൾ കയറത്തില്ല. അപ്പോൾ നമുക്ക് നേരെ ഗോവ ഭാഗം, അതായത് ബാംഗ്ലൂർക്കൊക്കെ പോകുന്ന ഹൈവേ കേട്ടോ ഇത്. ബാംഗ്ലൂർക്ക് ഇവിടുന്ന് ഏകദേശം 730-700 കിലോമീറ്റർ കൊണ്ടുള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് നിലമ്പൂരിലേക്ക് നമുക്ക് ഞാൻ മാപ്പിലൊക്കെ ഇട്ട് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ വഴി പോകുന്നതാണ് ദൂരം കുറവ്. നല്ല ഒന്നാന്തരം ഹൈവേ റോഡാട്ടോ, 4 വരി 6 വരിയൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ട് അടുത്ത കെട്ട് കെട്ടുകയാണ്. കെട്ടൊക്കെ ലൂസായി. കേരളത്തിൽ കിട്ടുമോ ഇങ്ങനത്തെ റോഡ്? അപ്പോൾ നമ്മുടെ മുംബൈന്ന് ശരിക്കും പറഞ്ഞാൽ അത് ബാംഗ്ലൂർക്ക് പോകുന്ന ഹൈവേ കേട്ടോ. ബാംഗ്ലൂർ ഹൈവേ ആണ്. ബാംഗ്ലൂർ വരെ ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളിപ്പോൾ കോലാപ്പൂർ നിന്ന് ഒരു 40 കിലോമീറ്റർ കഴിഞ്ഞാൽ കോലാപ്പൂർ എത്തും. കോലാപ്പുറത്ത് നിന്ന് പിന്നെ നമ്മൾ വേറെ വഴിയൊക്കെ തിരിഞ്ഞിട്ടായിരിക്കും ഗോവ ഭാഗത്തോട്ട് പോകുന്നത്. അറിയില്ല എങ്ങനെയാണ് റൂട്ട്. എന്തായാലും ഇതിലേക്ക് ഒരു വട്ടം വണ്ടി കൊണ്ട് വരണം. നല്ല അടിപൊളി റോഡാണ്, ഒന്നും പറയാലോ കേട്ടോ റോഡ്. നമ്മളിപ്പോൾ ഏകദേശം ഇപ്പോൾ ലാസ്റ്റ് നമ്മളൊന്ന് നിർത്തിയിട്ട് ഇപ്പോൾ ഒരു 150 കിലോമീറ്റർ കഴിഞ്ഞു. 1.5 മണിക്കൂർ കൊണ്ട് നമുക്കൊരു 100-110 സുഖമായിട്ട് പോകാൻ പറ്റിയ റോഡാണ്. ഇപ്പോൾ എത്രയും സമയം? 1:15. നമ്മൾ രാത്രിയൊക്കെ ആവുമെന്ന് വിചാരിച്ചാണ് ഗോവ എത്താൻ. എന്തായാലും നമ്മളൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഗോവ എത്തും. എന്നാലും ഇനിയിപ്പോൾ അങ്ങ് എത്താനാകുമ്പോൾ ഹൈവേ ഉണ്ടോയെന്ന് അറിയത്തില്ല. ഇനി അങ്ങോട്ട് കുറച്ച് ചെറിയ റോഡാവാണ്. എന്തായാലും നോക്കാം. എന്തായാലും നമ്മൾ കിട്ടിയ റോഡെല്ലാം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കാലാവസ്ഥ ഭയങ്കര സീനാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ, ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു പോകുന്ന വഴിക്കെല്ലാം ചിലപ്പോൾ ഒരു 1 കിലോമീറ്റർ മാത്രം നല്ല മഴയുണ്ടാവും, പിന്നെ ഫുള്ള് വെയിൽ. അങ്ങനെയാണ് കാലാവസ്ഥ കേട്ടോ. ഇവിടെയൊക്കെ ഇപ്പോൾ ക്ലിയർ ആണ്. ചില സ്ഥലത്ത് നല്ല വെയിലും ചില സ്ഥലത്ത് മഴയും കാര്യങ്ങളെല്ലാം ആണ്. അങ്ങനെയാണ് മഴേൻ്റെ കാര്യങ്ങൾ. 6 മണി അപ്പോൾ ഒരു 7 മണി 8 മണിയൊക്കെ ആവും. മുംബൈ ബാംഗ്ലൂർ ഹൈവേ ഒക്കെ വിട്ടിട്ട് നമ്മൾ ചെറിയൊരു റോഡിലേക്ക് കയറി. അപ്പോൾ ഈ റോഡാണ് ഗോവയ്ക്ക് അവിടുന്ന് കണക്ട് ചെയ്ത് കിട്ടുന്ന. മാപ്പിൽ കാണിക്കുന്ന വേറെ ഏതെങ്കിലും റൂട്ട് ഉണ്ടോ എന്ന് അറിയത്തില്ല. ഇപ്പോൾ നമ്മൾ മഹാരാഷ്ട്ര സ്റ്റേറ്റിൽ നിന്ന് കർണാടകയിലേക്ക് തൽക്കാലം കയറി. ഇതിപ്പോൾ കർണാടകയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ കുറച്ച് ദൂരം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ തിരിച്ച് മഹാരാഷ്ട്ര കയറും. എന്നിട്ടാണ് നമ്മൾ പിന്നെ ഗോവയിലേക്ക് കയറുക. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഏകദേശം ഒരു 150 കിലോമീറ്ററിന് പുറത്തോടുണ്ട് ഗോവ വരെ. എന്തായാലും നമുക്കിപ്പോൾ കർണാടകയിലെ ഉള്ളിലുള്ള ഉൾഗ്രാമങ്ങളിലുള്ള കൃഷിയിടങ്ങളുടെ ഇടയിൽ കൂടാട്ടോ നമ്മളിപ്പോൾ പോകുന്നത്. അമ്പോളി എന്തായാലും റൂട്ട് അടിപൊളിയാണ്. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ആ ഒരു ഭംഗി കണ്ടോ? നിങ്ങൾക്ക് ക്യാമറയിൽ വ്യക്തമായിട്ട് കാണത്തില്ല. വലിയ വലിയ മലകൾ നമ്മൾ ആ ഒരു പൂനെ ഭാഗത്തോട്ട് കയറുമ്പോൾ കണ്ട പോലെ തന്നെ വലിയ മലയും അതിൽ നിന്നുള്ള ഒത്തിരി വെള്ളച്ചാട്ടങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങേ അറ്റം വരെ നമുക്ക് പോകേണ്ട റോഡൊക്കെ ഇതിലേ ഇങ്ങനെ ആട്ടോ പോകേണ്ടത്. അപ്പോൾ ഗോവയൊക്കെ ആ ഒരു സൈഡിലാണ് വരുന്നത്. ഇനി ഒരു 68 കിലോമീറ്ററോടെ 70 കിലോമീറ്ററാണ് മൊത്തമുള്ളത്. അതുപോലെ ഈ ഒരു ഭാഗത്തോട്ട് നോക്കി നമുക്ക് താഴെ ആ മലനിരകളുടെയൊക്കെ ഭംഗി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതുപോലെ നമ്മളിപ്പോൾ ഒരു മല ഫുൾ ഒരു പാസ് പോലൊരു സ്ഥലം നമ്മൾ കയറി. ഈ കാണുന്ന ഒരു വ്യൂ പോയിൻ്റ് ഒരു ഏരിയ ആണ്. അവിടെ ഒരു ടൂർ സ്പോട്ട് പോലെ അവിടെ കുറച്ച് വ്യൂ പോയിൻ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഇപ്പോൾ ഓപ്പോസിറ്റ് മല ഇറങ്ങുക കേട്ടോ. മല ഇറങ്ങി ഇനി താഴേക്ക് ചെല്ലുമ്പോൾ മിക്കവാറും ഗോവ മെയിൻ സ്ഥലങ്ങളായിരിക്കും. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് അവിടെയൊക്കെ വെള്ളച്ചാട്ടങ്ങൾ കാണാം സൈഡിലെല്ലാം. നമ്മൾ കഴിഞ്ഞ കുറേ ദൂരം വന്ന റോഡൊക്കെ കാടിൻ്റെ ഉള്ളിൽ കൂടാണ്. ആനയുണ്ട്, പിന്നെ ആനയുണ്ട്, കാട്ടുപോത്തുണ്ട്, കരടിയുണ്ട്. ഇതൊക്കെ ഉള്ള കാടാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിലൂടെ മുംബൈയിൽ നിന്നൊക്കെ നിങ്ങൾ ഗോവയിലേക്ക് റൈഡ് ചെയ്യുകയാണെങ്കിൽ രാത്രി റൈഡ് ചെയ്യാതിരിക്കുക. ആദ്യത്തെ കുറേ ഭാഗമൊക്കെ നമുക്ക് മെയിൻ ഹൈവേ ഒക്കെയാണ്. പക്ഷേ അതിന് മുന്നേ ഉള്ള ഭാഗം, അതായത് ആ ഒരു പൂനെയിലേക്ക് കയറുന്ന ഭാഗം, അതേപോലെ തന്നെ ഗോവയോട് അടുപ്പിച്ചുള്ള ഒരു 150 കിലോമീറ്ററും ഇതാണ് അവസ്ഥ. ഈ ഭാഗത്തോടൊക്കെ രാത്രിയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ വഴിയിൽ മൃഗങ്ങൾ ഇറങ്ങുമോ, അങ്ങനത്തെ സീനുള്ള ഏരിയ ആണ്. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കുക ഗോവയിലേക്ക് മുംബൈയിൽ നിന്ന് റൈഡ് ചെയ്ത് പോകുന്നവർ കേട്ടോ. നമ്മളെന്തായാലും ആദ്യമായിട്ടാണ് ഗോവയിലേക്ക് റൈഡ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് ഇതിൽ ബസ് റൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. ബസ്സിനൊക്കെ പോവുകയാണെങ്കിൽ പൊളിയാവൂലേ ഇതിൽ?
മറ്റേ KSRTC പോകുന്ന പോലെ തന്നെ ഇതിലേയും ബസ്സുണ്ട്. ഗോവയിൽ നിന്നൊക്കെ ചിലപ്പോൾ മഹാരാഷ്ട്രൻ്റെ ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ബസ് ഉണ്ടാവും. ബസ്സിനൊക്കെ ഈ വഴി ഈ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വഴിയും കൂടെ ആട്ടോ ഇത്. അപ്പോൾ സമയത്ത് ഏകദേശം 7 മണിയായി. സൂര്യനൊക്കെ അസ്തമിച്ച് നമ്മളിവിടെ ഏതേതാ സ്ഥലത്തിൻ്റെ പേര്? ചോപ്ര. വെറൈറ്റിയാണ്. അത്ര തിരക്കുള്ള ഏരിയ ഒന്നും അല്ല, കുറച്ച് ശാന്തിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ നമ്മളിത് ഗോവയെന്നൊന്നും പറയത്തില്ല. നമ്മുടെ ഒരു നാട്ടിൻപുറം പോലെ ചെറിയൊരു സ്ഥലം. അങ്ങനെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ബാബ ഹോസ്റ്റൽ എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പാർക്കിംഗ് സൗകര്യം ഉള്ളത് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തതാണ് ഈ ഒരു ഹോസ്റ്റൽ. ബാക്കി മെയിൻ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് ഒന്നും എല്ലായിടത്തും കിട്ടിക്കോണമെന്നില്ല. പക്ഷെ പാർക്കിംഗ് ആണ് പ്രശ്നം. വണ്ടി എല്ലായിടത്തും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ബീച്ച് സൈഡിലുള്ള ഇതുപോലുള്ള ഹോസ്റ്റൽ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഇവിടുത്തെ അതേ പ്രൈസ് തന്നെ വരുള്ളൂ. പക്ഷേ അപ്പോൾ വണ്ടി എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് നടന്നൊക്കെ പോകേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മളിന്ന് വരുന്ന വഴി കണ്ട അമ്പോളി എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേട്ടോ. അമ്പോളി ഘട്ട്. അവിടെ ഉള്ളൊരു വെള്ളച്ചാട്ടമൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടായിരുന്നു. അത് കുറച്ച് ഫേമസ് ആണ്. ഈ ഗോവയിൽ വരുന്നവരൊക്കെ കുറച്ച് ഉള്ളിലേക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലമാണ്. അമ്പോളി വെള്ളച്ചാട്ടമൊക്കെ കണ്ടപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഒത്തിരി റീൽസും ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റ് സ്റ്റെപ്പേ കൂടെയൊക്കെ വെള്ളച്ചാട്ടം വരുന്ന ആ ഒരു ഏരിയയൊക്കെ ആയിരുന്നു. എന്തായാലും അത് നൈസ് റൈഡായിരുന്നു ഇന്നത്തെ മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ ഇവിടെ ഗോവയിൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊന്നും പ്ലാനില്ല. ഷിജിലിന് ഇവിടെ 2 ദിവസം നിൽക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ദിവസം ഇന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ വിടാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടെ ഒരു 1-2 ദിവസം നിന്നിട്ട് നമ്മൾ നേരെ നാട്ടിലേക്ക് തന്നെ വരും കേട്ടോ. അപ്പോൾ എന്തായാലും മുംബൈ, പൂനെ, അതേപോലെ തന്നെ ഒരു അമ്പോളി ഘട്ട് വഴിയുള്ള യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും പറ. വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.